ഈ 11 ബുള്ളറ്റ്സ് കൈനഗിരി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറ ടീമൊന്നുമല്ല. കേരള പോലീസിനെയും മാമ്പാട് മാച്ചോസിനെയും പുട്ടുപോലടിച്ച ടീമാണ്. ഫിറോസ് ആണ് ക്യാപ്റ്റൻ. അറിയാലോ, കീട്ടിലനാണ്. ഗ്രൗണ്ട് തീരെ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ഡ്രൈ ആവണ്ടേ. അതിവിടെ ഒരു പട്ടി മൂത്ര വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ചിയർ ഗേൾസ്? ആ ചെറു പോരാൻ പോണ സ്ത്രീകളാണ് നിങ്ങളുടെ ചിയർ ഗേൾസ്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ക്യാപ്റ്റൻ? ഞാനാ വിജയൻ. ഈ ലുക്കട ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നല്ല ചോദിച്ചത്. ഈ മനത്തുവയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ അടിച്ചോടിക്കുന്ന ഒരു ഫയൽമാൻ ഗുസ്തിക്കാരൻ ക്യാപ്റ്റൻ ഇല്ലേ, അയാൾ ആരാണെന്ന്? അത് പിന്നെ അവന്റെ അച്ഛനാ. നിന്റെ അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ലോ നാട്ടുകാർ പറയണത്, ശരിയാണോ? ശരിയാ. റിസ്ക് എടുക്കാൻ ഫിറോസിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മാംസത്തിൽ മണ്ണ് പറ്റണത് എനിക്കിഷ്ടമല്ല, പേടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കൊണ്ട് അവിടെ വരില്ലെന്ന് ഉറപ്പ് തരാതെ ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. പൊന്ന് ഫിറോസേ, നോ കിടിലൻ ഫിറോസ്. എന്റെ പൊന്ന് കിടിലൻ ഫിറോസേ, ക്യാപ്റ്റന്റെ അവസാനത്തെ ശിഷ്യനുമായിട്ട് ഗുസ്തി ടൂർണമെന്റ് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നാളെ വരൂ. എടാ ദാസ, നീ ആ ജാനപ്പനെ വിളിച്ച് അമ്മാവൻ വരുമല്ലോ ഒന്നുകൂടി ഉറപ്പിച്ചേ. ആ ശരി മോനെ. ക്യാപ്റ്റൻ അപ്പുറത്തുണ്ട്, എന്താണോ കാര്യം? രവിയേട്ടാ, ഇന്ന് നിങ്ങൾ തിരിച്ചു വരുമോ? രാത്രിയിലത്തേക്ക് ചോറിന് അരിയിടണോന്ന് അറിയാനാ. ഞങ്ങൾ ഈ കപ്പടിച്ചിട്ട് നാളെയേ വരൂ. എന്നാ പിന്നെ രാവിലെ കപ്പയൊലത്തിയതായാലോ? താൻ എന്തെങ്കിലും ഒന്ന് ഒലത്ത്. ഇവിടെ കപ്പടിക്കാൻ നേരത്തെ അവന്റെ കപ്പ. അതെ, അവര് കപ്പയൊലത്തിയിട്ട് അല്ല, കപ്പടിച്ചിട്ട് രാവിലെ വരുവുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ. നിർത്ത് ഇവിടെ ചോട്ടെ. ക്രിക്കറ്റ് കളിയേ ഇന്നലെ തുടങ്ങിയതല്ല മോനെ സച്ചിൻ. ഈ കൊലമച്ചാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാണ്ടിരുന്നിട്ടുണ്ടാടാ. പോലോ വേറെ ടീമിന്റെ പേര് എഴുതി ജയിച്ചല്ലോ. ഒരാക്കടം പേരില്ല, 4-4 കടയിൽ കയറി ഒരേപോലെ 11 എങ്ങും കിട്ടാനില്ല. അവസാനം ചമയത്തിലെ മന്മഥൻ ചേട്ടന്റെ കടയിൽ കയറി 10 എണ്ണം ഒരേപോലത്തെ കളർ കിട്ടി. നടുക്ക് നിന്ന് കളിക്കണക്ക് വേറെ കളറായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞേ ഉണ്ടോ? നടുക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാർ ആടാ നടുക്ക്. ഞാൻ എടുക്കട്ടെ. കണ്ട, ഇതാണോ ജേഴ്സി? എടാ ഇതെങ്കിലും കിട്ടിയല്ല, നല്ല കളർഫുള്ള് കളിയായിരിക്കൂടാ. ക്യാപ്റ്റൻ നീ സിനിമാറ്റിക് ഡാൻസിനാണ് പേര് കൊടുത്തത്? അത് അടുത്ത ആഴ്ച. തീരെ കളർ സെൻസ് ഇല്ലാത്തവന്മാർ. Let's show some fucking moves. Come on, get ready. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. 2 പേർ തല്ലുപിടിക്കുന്നു, അത് കണ്ട് കുറെ പേർ കൈയടിക്കുന്നു. ഇതിലെവിടെയാണ് സോഷ്യലിസം? ഇത് ഫാസിസം അല്ലേ? പണ്ടെങ്ങാണ്ട് അവിടെ ഗുസ്തി പിടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആ വയൽ വെറുതെ കിടക്കുക. നിങ്ങളുടെ പ്രാദേശിക വികാരം എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു പറഞ്ഞുള്ള നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നിലപാട് അത് തനി ഗുണ്ടായിസമാണെന്ന് ഞാൻ പറയും. ഇങ്ങനൊരു ചർച്ചയുടെ ആവശ്യം ഞങ്ങൾക്കില്ലാതെ ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ തവണ ഇവന്റെ ഒക്കെ മുന്നിൽ വന്നിങ്ങനെ ഉത്തരം പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. മനസ്സിലായല്ലോ? ഈ മനയത്തുവയലിന്റെ കാര്യം എത്ര കാലം വെച്ച് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവാ? ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം വേണ്ടേ? എല്ലാ നാട്ടിലും പബ്ലിക് സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളും ഉള്ള പോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെ ഒരു സ്റ്റേഡിയം വേണം. ഇവിടെയാണെങ്കിൽ ആകെ ഉള്ളത് വെറുതെ കിടക്കുന്ന മനയത്തുവയലാണ്. അവിടെയാണെങ്കിൽ ഈ മസിലും വെറുപ്പിച്ച് നടക്കുന്ന ഫയൽമാൻമാരെ പേടിച്ച് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെ ഒരു സ്റ്റേഡിയം പണിയാന്ന് നമ്മുടെ സഖാവും വിജയേട്ടനും അടക്കം അംഗങ്ങളായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനം എടുത്തതാണ്. സ്റ്റേഡിയം വന്നാൽ ഈ പറയുന്ന ഗുസ്തിയും ക്രിക്കറ്റും അടക്കം എല്ലാ ടൂർണമെന്റും നമുക്ക് അവിടെ നടത്താം. അത് നമ്മുടെ നാടിന് തന്നെ സമഗ്രമായ ഒരു വികസനമായിരിക്കില്ല സഖാവേ? ആ സ്ഥലം ഞങ്ങൾക്കൊക്കെ എന്തായിരുന്നുള്ളത് എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അവിടെ ഇരി.
ക്യാപ്റ്റന്റെയും ടീമിന്റെ വികാരങ്ങൾ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറിയില്ലേ. ഇപ്പോഴത്തെ ഈ പിള്ളേരെ അവിടെ ഒരു സ്റ്റേഡിയം പണിതെന്ന് വെച്ചോ, ക്രിക്കറ്റ് കളിച്ചെന്ന് വെച്ചോ, നിങ്ങൾക്ക് എന്ത് മോശം സംഭവിക്കാനാണ്? അല്ലെങ്കിൽ ഗുസ്തിക്ക് എന്ത് മോശം സംഭവിക്കാനാണ്? നാട്ടിൽ ഒരുപാട് പാടും വയലും പറമ്പൊക്കെ കേൾക്കണ്ടല്ലോ. ഈ മനയത്ത് വയൽ എന്നെ വേണം എന്താ അത്ര വാശി? നിങ്ങൾക്ക് എന്താ അത്ര വാശി? കള്ള നായിന്റെ അങ്ങേർക്കത് കിട്ടണ്ടല്ലേ? ഈ നാടിന്റെ ഗുസ്തി പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ദൈവമേ, ഫ്രണ്ടിലായി പോയില്ല, പണിപാളി. ഇന്ത്യ എമ്പാടും നിന്നുള്ള ഒരുപാട് ഫയൽവാന്മാർ വന്ന് ഗുസ്തി പിടിച്ചിട്ടുള്ള മണ്ണ മനയത്ത് വയൽ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യഭൂമിയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങൾ അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാൽ ഏത് വികസനത്തിന്റെ പേരിലായാലും ശരി, അത് ഞങ്ങളുടെ നെഞ്ചത്തൊട്ട് കയറിയിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാൽ ഞങ്ങളുടെ കൊക്കില് ജീവനുള്ളിടത്തോളം ഞങ്ങളത് തടയും, ചിലപ്പോൾ തല്ലും, വേണ്ടി വന്നാൽ കൊല്ലും. മഞ്ഞപ്പൊടി. അമ്മേ, എന്റെ ചലങ്ക കണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ എവിടെ നിങ്ങളുടെ ശിഷ്യൻ എവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ആ അതേതായാലും നന്നായി, കുറച്ച് ദിവസം അടങ്ങി ഇരിക്കുമല്ലോ. എടീ, നീ ഇതാ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ, എന്റെ പിള്ളേര് വരെ വീട്ടിലുള്ളവരെ നന്നാക്കാനാ. എനിക്ക് മനസ്സിലാവും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കൈയൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. അപ്പൊ അറിയാം, അത് തന്നെ. നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ മേലാലി വിഷയത്തിൽ ഒരു എക്സലൻസ് ഫൈൽവാനെ ഗുസ്തിയൊക്കെ അങ്ങ് ഗോതയിലും പിള്ളേരുടെ നെഞ്ചത്തോട്ടും അതുമായിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ അറിയാലോ. കൊണ്ടുപോടാ നിന്റെ ട്യൂബ്. രാവിലെ വന്ന് മായി നോക്കിയിരിക്കും. ഇങ്ങനെ കിട്ടി കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ ഇവന്മാർക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലർ ജീപ്പ് പിടിച്ച് വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ പോയ അവിടുന്നും കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ചിന് അമ്മയുടെ എടാ, അതിന് മൂപ്പര് മുമ്പളല്ലേ വിഷമിപ്പിച്ചേ. അമ്മേനോട് നല്ല അമ്മാവന് കൊടുക്കാൻ പറയും. ഒരു ക്യാപ്റ്റൻ ചില അച്ഛനമ്മാവന്മാരെ കാണുമ്പോൾ കൊതിയോ. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വാദോ കൊളസ്ട്രോളും ഷുഗറും വന്ന് കുറച്ചങ്ങനെ കിടക്കും. കോലായില് നമ്മൾ വല്ല കോടാലിത്തയിലോ വിക്സോ വാങ്ങി കൊടുത്താൽ ഇതങ്ങനെയാണോ? അച്ഛൻ വീരൻ, അമ്മാവൻ ഒസാമ. പൊട്ടിയില്ല. പൊട്ടിയില്ലേ? പൊട്ടി പൊട്ടി കിടന്നുറങ്ങാൻ ഇത് പിടിപ്പെടാം.